ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാളം പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. കയ്യിന്ന് വിടടോ, കാലാകാലം ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ നിനക്ക്? അല്ല, നിങ്ങൾക്ക് രണ്ടാക്കും ചിലപ്പോൾ അത് മതിയാകും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഒന്നുകിൽ അവളെ നീ കെട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവളെ വേറെ കൊള്ളാവുന്ന ഒരുത്തന് കെട്ടിച്ചു കൊടുക്കണം. അതെൻ്റെ ആവശ്യമാണ്. നീ ഇങ്ങനെ മൊയ്തീനെ പോലെ കത്തും എഴുതി കാത്തിരുന്നു. അവൾ മറ്റേ കാഞ്ചനമാലയെ ആവൂ, നിൻ്റെ ഭാര്യയാവില്ല. ഇപ്പോൾ തന്നെ ഇത്രയും ദിവസം അവൾ എന്നോട് പറഞ്ഞത് ഇന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇനി അവളുടെ ആ തീരുമാനം എങ്ങനെ മാറ്റാമെന്ന് ആലോചിക്ക്. അല്ലെങ്കിൽ പോട്ടെ എന്ന് കരുതി വിട്ടുകള. രണ്ടും കൂടെ എത്ര കാലമെന്ന് കരുതിയാ ഇങ്ങനെ? സച്ചുവിൻ്റെ അതേ ദേഷ്യത്തോടെ തന്നെ ശിവയും ചീറി. എങ്ങനെയായാലും വേണ്ടില്ലടാ, ഇങ്ങനെയൊന്നും എവിടെയും എത്താതെ ചത്തുപോയാലും വേണ്ടില്ല. ഇനി അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് നീ എന്നല്ല, നിൻ്റെ അച്ഛൻ രാജശേഖരൻ വന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. ഏറെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കൂടെ പറഞ്ഞുകൊണ്ടവൻ കലങ്ങിയ കണ്ണുകൾ തുടച്ച് കോലായി തിണ്ണയിലേക്കിരുന്നു. ഡാ, ശിവ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് റൂമിലെ ജനവാതിൽക്കൽ നിന്ന് യാമി അവരുടെ സംസാരം കേട്ട് നിൽക്കുന്നത് അവൻ കാണുന്നത്. എന്താടി? വല്ലാത്തൊരു ദേഷ്യത്തോടെ ശിവ അവൾക്ക് നേരെ ശബ്ദമുയർത്തി. യാമി ഒരു ഞെട്ടിലോടെ ഒന്നുമില്ലെന്ന് തോളനയ്ക്ക് അല്പം പിന്നോട്ട് നീങ്ങി നിന്നു. പോയി അകത്തിരിക്കടി. അവൻ മുണ്ട് മടക്കി കുത്തിയൊരു ഭീഷണി പോലെ പറഞ്ഞതും തന്നോടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ അല്പം ദേഷ്യം തോന്നിയ യാമി വേഗം പാറുവിൻ്റെ അടുത്തേക്ക് തന്നെ പോയിരുന്നു. ഡാ, അവൾ അങ്ങനെ പറയുന്നു നിനക്കറിയാവുന്നതല്ലേ? പിന്നെ നീ ഇതെന്തിനാ മരിച്ച വീട്ടിലെ ആടിനെ പോലെ മൂങ്ങുന്നത്? സച്ചുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ശിവാൽപ്പം സൗമ്യമായി എന്ന ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. അതല്ലടാ, ഞാൻ അടുത്തുള്ളപ്പോൾ എന്നെ പിന്നീന്ന് മാറാത്തവളാ. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കുന്നില്ല, സഹിക്കുന്നില്ല. തെറ്റാ ഞാൻ ചെയ്തത്. ആരുടെ വാക്ക് കേട്ടും ഞാൻ അവളെ കൈയൊഴിയതായിരുന്നു. ചിലപ്പോൾ അവൾ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലായിരിക്കും, അല്ലേടാ? സച്ചു ഭിത്തിയിലേക്ക് ചാഞ്ഞിരുന്നൊരു നൊമ്പരത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മുഖത്തേക്ക് നോക്കാത്തത് ഈ 4 പൂടെയല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് കരുതിയാവും. സച്ചുവിനൊപ്പം തന്നെ ശിവയും ഭിത്തിയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞതും സച്ചു ഇവനോടൊക്കെ സങ്കടം പറയാൻ നിന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു ഭാവമായി. അത് വിടരാ, നിന്റെ അടുത്തേക്കല്ലാതെ വേറെ എവിടെ പോകാൻ അവൾ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും, ഇല്ലേ നമ്മൾ മാറ്റും. ഇപ്പോൾ പ്രശ്നം അതവല്ല. നീ അവളെ ശ്രദ്ധിച്ചോ? എന്തു തോന്നുന്നു? എവിടെയോ എന്തോ ഒരു വശപ്പിശകില്ലേ? ആദ്യത്തെ കാര്യം തീർത്തതും അലസമായി പറഞ്ഞ് യാമിയുടെ കാര്യം അല്പം രഹസ്യമായി സച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ചോദിച്ചു. ആ, അത് പോയിന്റ്. ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ അവളെ എവിടെയോ വെച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാൽ കണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാ. സച്ചു പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ കാര്യമായി ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. എവിടെ വെച്ച്? അല്ല, ഇനി വല്ല പിടിച്ചുപാരുകാരിയോ കള്ളിയോ കൊലപാതകയോ മറ്റോ ആണോ? കോടതിയിലോ സ്റ്റേഷനിലോ അവിടെ വെച്ചെങ്ങാനും കണ്ടോ? ശരിക്കും ആലോചിച്ച് നോക്ക്. അവിടെ വെച്ചൊന്നും അല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. സച്ചു അല്പം ഗൗരവത്തോടെ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അത് ശരിയാ. അവിടെ വെച്ചൊക്കെ കാണണമെങ്കിൽ നീ ആ വഴിക്ക് കൊല്ലത്തെങ്കിലും ഒരിക്കലെങ്കിലും പോകണ്ടേ? അത് ഞാൻ ഓർത്തില്ല. തൻ്റെ ചിന്തയിൽ അബദ്ധം പറ്റിയതുപോലെ ശിവ തലയാട്ടി. കാര്യം പറയുമ്പോൾ ഒരുമാതിരി ഓഞ്ഞു ചളി പറയാതെടാ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, സത്യം. സച്ചു ഉറപ്പോടെ പറഞ്ഞു. സത്യമൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോ എന്നൊക്കെ കൂടെ പറ, എങ്കിലല്ലേ കാര്യമുള്ളൂ. ശിവ കാലിൽ കയറ്റി വെച്ച് ആ കാലിങ്ങനെ മെല്ലെ വിറപ്പിച്ചു കൊണ്ട് പറഞ്ഞു. എന്താ രണ്ടാൾക്കൊരാലോചന? അടുത്ത് തല്ലെവിടെ ഉണ്ടാക്കാം എന്നാണോ? അലക്കും കുളിയും എല്ലാം കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറിയ സച്ചുവിൻ്റെ അമ്മ 2 പേരെയും നോക്കി ഒരു പരിഹാസ ഭാവത്തിൽ ചോദിച്ചു. ആണെങ്കിൽ അമ്മയും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ? സച്ചു അമ്മയെ കലിപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, അപ്പോൾ അത് തന്നെയാ ആലോചന. ദേ നോക്ക്, 2 പേരോടും കൂടെ പറയാം. വേണ്ടാത്ത ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കരുത്. ഇനി അഥവാ ആകാശത്തൂടെ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിച്ചേ അടങ്ങും എന്നുണ്ടെങ്കിൽ ദേ അല്പം മാറി വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി നിന്നിട്ട് വേണം പിടിക്കാൻ. എന്നിട്ട് ആ വഴി അങ്ങ് പോവുകയും വേണം. ഇങ്ങോട്ട് കയറരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്പം നര വന്ന ചുരുളം മുടികൾ തോർത്തുകൊണ്ട് നന്നായി തുടക്കുന്നതിനോടൊപ്പം അമ്മ 2 പേരോടായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു.
അമ്മയ്ക്കൊക്കെ നല്ല മതിപ്പാണല്ലേ. ശിവ അലിഞ്ഞൊരു ചിരിയോടെ സച്ചുവിനെ നോക്കി. നിന്റെ കൂടെയല്ലേ നടപ്പ്, സ്വാഭാവികം. സച്ചു അതേ ഭാവത്തോടെ ചിരിച്ചു. ശിവേട്ടാ, കഴിഞ്ഞു. അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തന്നേക്കാം. തയ്ച്ച ഡ്രസ്സിൻ്റെ കവറുമായി കോലായിലേക്ക് വന്ന യാമിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന പാറു ശിവയോടായി പറഞ്ഞു. അത് കേൾക്കി സച്ചും ശിവയും ഒരുപോലെ യാമിയെ നോക്കി. കുടിക്കാനൊന്നും കൊടുത്തില്ലേടി? സച്ചു യാമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാറുവിനോട് ചോദിച്ചു. അതൊക്കെ കുടിച്ചു. ശിവേട്ടൻ യാമിയൊന്ന് വീട് വരെ കൊണ്ടുവിട്ടേ, അവൾക്ക് വഴി അറിയില്ല. പാറു ശിവയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. പിന്നെ ഇക്കാണുന്ന കുന്നിറങ്ങാൻ ഇവക്ക് ഗൂഗിൾ മാപ്പ് വേണ്ടിവരും. എനിക്കൊന്നും വയ്യ. ദേ, ഇവിടുന്ന് നേരെ താഴേക്ക് അങ്ങ് വെച്ച് പിടിച്ചോ. വളവും തിരിവും ഒന്നുമില്ല, നേരെ അങ്ങ് പോയാൽ മതി. ശിവ ഇരുന്നിടത്ത് നിന്നും അനങ്ങുക പോലും ചെയ്യാതെ ആ ഇരിപ്പിരുന്നു കൊണ്ട് പറഞ്ഞു. ഒന്ന് കൊണ്ട് വിട്ടിട്ട് വാ ശിവ. ആ ചെറുവിൽ ഏതെങ്കിലും കുടിയന്മാരുണ്ടാകും. പ്രായമെത്തിയ പെൺകുട്ടിയാ, ചെല്ല്. ശിവയുടെ സംസാരം കേൾക്കെ അകത്തു നിന്നും സച്ചുൻ്റെ അമ്മ കോലായിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. യാമി ആരെയും നോക്കാതെ തല കുനിച്ചു നിന്നു. അയ്യോ, കുടിയന്മാരല്ല. ഉത്സവത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ അന്ന് പോലും ഒരുത്തനും ഇവളെ തൊടില്ല. അഥവാ തൊട്ട വിവരം ഈ ജില്ല മുഴുവൻ നിലവിളിച്ചറിയിക്കും ഇവൾ. അമ്മാതിരി ഒച്ചയല്ലേ, ഒരാളും അടുത്തേക്ക് അടുക്കില്ല. ചെവിയുടെ സ്പീക്കർ അടിച്ചു പോവും. ശിവമെല്ലെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കിയെടുത്തുകൊണ്ട് അവരെല്ലാവരോടുമായി പറഞ്ഞതും യാമിക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. നീ അതിനെ കളിയാക്കാതെ ഒന്ന് കൊണ്ടുവിടടാ. സച്ചുവിൻ്റെ അമ്മ യാമിയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. കൊണ്ടുവിട്ടിട്ട് നേരെ പാടത്തേക്ക് പോരെ, ഞാൻ അവിടെ കാണും. പിന്നെ നീ അല്പം മയത്തിലൊന്ന് ഇടപെട്ട് നോക്ക്, ചിലപ്പോൾ ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. സച്ചു എന്ന് ശിവയുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു. അത് കേട്ടതും ശിവയെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. പോയിട്ട് വരാം. യാമി എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് വേഗം ശിവയുടെ പിന്നാലെ ചെന്നു. നല്ല ഭംഗിയുണ്ടല്ലേ മോളെ കാണാൻ, സച്ചുൻ്റെ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. അതെ, കണ്ടിട്ടൊരു പാവാന്നാ തോന്നുന്നത്, പാറുവും പറഞ്ഞു. സച്ചു ഒന്നും മിണ്ടാതെ ശിവയ്ക്കൊപ്പം നടന്നു പോകുന്ന യാമിയെ നോക്കി നിന്നു. നിന്റെ അച്ഛൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? കുറച്ചങ്ങ് നടന്നതും ശിവ അലസമായി ചോദിച്ചു. രാജശേഖരൻ. യാമി മറ്റെങ്ങോ നോക്കി അലസമായി പറഞ്ഞു. എന്ത്? ശിവ ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. രവീന്ദ്രൻ. യാവി ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. ഇതല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. ശിവ കണ്ണു ചുരുക്കി അവളെ നോക്കി. ഇത് തന്നെയാ പറഞ്ഞത്, യാമി ഉറപ്പിച്ചു പറഞ്ഞു. അല്ല. ശിവ തനിക്ക് തെറ്റില്ല എന്ന മട്ടിൽ അവളെ നോക്കി. അതെ, യാമി അവനെ നോക്കിയതേയില്ല. വിളച്ചിലെടുക്കല്ല മോളെ, എൻ്റെ തനിക്കൊണം അറിയില്ല നിനക്ക്. സത്യം പറ, എന്താ നീ നേരത്തെ പറഞ്ഞേ? എൻ്റെ അച്ഛൻ്റെ പേര്. യാമി കയ്യിലെ ഡ്രസ്സിൻ്റെ കവർ മെല്ലെ വീശിക്കൊണ്ട് ശിവയെ നോക്കാതെ മുന്നോട്ട് നടന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. ശിവ അവളുടെ കയ്യിൽ പിടിച്ചൽപ്പം ശക്തമായി അവനെ നേർക്ക് തിരിച്ചു നിർത്തി. ഷടാ, ഇയാൾക്ക് ചെവി കേൾക്കില്ലേ? എത്ര തവണ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രനാണെന്ന്. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്ക. എൻ്റെ അച്ഛനെ കിട്ടിയിട്ട് ഇയാൾക്ക് എന്താ? എന്നെ പെണ്ണ് ചോദിക്കാനാണോ? ആണെങ്കിൽ അച്ഛനെ തിരക്കണ്ട, എന്നോട് തന്നെ പറഞ്ഞാൽ മതി, മറുപടി ഞാൻ തരാം. ഒത്തിരി പേടിയൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ യാമി പറഞ്ഞു. അയ്യടാ, പെണ്ണ് ചോദിക്കാൻ പറ്റിയൊരു സാധനം കണ്ടാലും മതി. എടി, നിന്നേക്കാൾ വലിയ പിടക്കോഴികളെ കണ്ടിട്ടുള്ളവനായി ശിവ. അവനൊന്നും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ ഉണക്കമത്തി പോലത്തെ നിന്നെ കണ്ടിട്ട് തോന്നുന്നത്. നീ റൂട്ട് മാറ്റാതെ കാര്യം പറ മോളെ. എന്താ എൻ്റെ അച്ഛനുമായി നിനക്ക് ബന്ധം? ശിവ 5-6 ലോഡ് പുച്ഛം ഒന്നിച്ചു വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം യാമിയുടെ കയ്യിലെ പിടിയും വിട്ടു. എന്തായാലും നിങ്ങളുടെ അച്ഛൻ്റെ അവിധ സന്തതിയല്ല ഞാൻ, അതറിഞ്ഞാൽ പോരെ നിങ്ങൾക്ക്. പിന്നെ ലോകസുന്ദരികൾ പിന്നാലെ വന്ന് പ്രേമിക്കാൻ ഇയാളാരാ? ഹൃതിക് റോഷനോ? ഐശ്വര്യ റായിലുണ്ടായ മോനോ? തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളു മോനെ. ഇത്രയ്ക്ക് വെയിറ്റ് ഇടാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഉണക്കമത്തിയാണെങ്കിൽ നിങ്ങൾ അത്ര പോലും ഇല്ല. അവൻ്റെ കയ്യെത്തു ദൂരത്തു നിന്നും പറഞ്ഞ ദേഹം നോവുമെന്നുറപ്പിച്ചവൾ സ്വല്പം അകലമിട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. പൊന്നുമോള് വല്ലാണ്ട് ഓവറാവല്ലേ. എൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ നകളിച്ച നിന്റെ തന്ത രവീന്ദ്രന് പിന്നെ മോളെ കാണണമെങ്കിൽ ശവക്കുഴി തോണ്ടേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശിവ അല്പം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു. ശിവയുടെ ആ മുഖഭാവം യാമിക്ക് ചെറിയ നെഞ്ചിടിപ്പേറിയെങ്കിലും കഴിവതും അത് പുറമെ കാണിച്ചില്ല അവൾ. അതുപോലെ കൂടുതലൊന്നും പറഞ്ഞവൻ്റെ ദേഷ്യം കൂട്ടാനും നിന്നില്ല. ചെറിയ ഭയമൊക്കെ ഉണ്ടെങ്കിലും ആ ഭയത്തിലുപരി എന്തോ ഒരടുപ്പം അവനോട് തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. അതെന്തുകൊണ്ടാണെന്ന് അവൾക്കും അറിയില്ല. പോ. പിന്നെ
രാത്രി അടുക്കളവാതിൽ വഴി ഞാൻ വരും. ഇനി കള്ളനും കൊലപാതകയുമാണെന്ന് കരുതി അലറി വിളിച്ച് കൂവരുത്. രാത്രി 1:30 കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലേ, സരസുവിനോട് വാതിൽ കൊളുത്തിടത്ത് കിടന്നോളാൻ പറ. വാതിൽ ഞാൻ അടച്ചോളാം. ഇറക്കമിറങ്ങി അടുക്കള മുറ്റത്തേക്ക് കയറിയ യാമിയെ നോക്കി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാതെ പാതി വഴിയിൽ നിന്നുകൊണ്ട് ശിവ അല്പം ഗൗരവത്തോടെ പറഞ്ഞേൽപ്പിച്ചു. യാമി അവൻ പറഞ്ഞത് വ്യക്തമായി കേട്ടെങ്കിലും ഊവെന്നും ഇല്ലെന്നും പറയാതെ വേഗം അകത്തേക്ക് നടന്നു. അഹങ്കാരി, ശിവ പിറുപിറുത്തുകൊണ്ട് തിരിച്ചു നടന്നു. ആ കുട്ടിയെവിടെ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്ന രാജശേഖരൻ റൂമിൽ വസ്ത്രം മാറി സുഭദ്രയോട് ചോദിച്ചു. അഭി ഡ്രസ്സ് കൊണ്ട് വന്നില്ലേ, അതൊന്ന് തയ്പ്പിക്കാൻ താഴെ വരെ പോയതാ. ശേഖരൻ അയച്ച ഷർട്ട് വാങ്ങി ഹാങ്കറിൽ കൊളുത്തി വെച്ചുകൊണ്ട് സുഭദ്രാമ്മ മറുപടി പറഞ്ഞു. അതിനെക്കൊണ്ട് ഇനി വീട്ടിലെ ജോലിയൊന്നും എടുപ്പിക്കരുത്. സരസ്വതിയോട് പറയണം. സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ വേറെ ഒരാളെ വെക്കാമെന്ന്. പിന്നെ അതിനോടല്പം സ്നേഹത്തോടെയൊക്കെ പെരുമാറ്. മുഖത്തെ സ്പെക്സ് അഴിച്ച് അലമാരയിലേക്ക് വെക്കെ അല്പം ഗൗരവത്തോടെ ശേഖരൻ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും ആ കുട്ടി ഏതാ ശേഖരേട്ടാ? എന്നോടെങ്കിലും പറഞ്ഞൂടെ? സുഭദ്രാമ്മ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി. പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം അത് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്നല്ലേ സുഭദ്രേ? ശേഖരൻ ചെറിയ ചിരിയോടെ ചോദിച്ചു. എന്നാലും എന്നോട് പോലും പറഞ്ഞൂടെ? സുഭദ്രാമ്മ പരിഭവത്തോടെ പറഞ്ഞു. നിന്നോട് പറയാൻ പാടില്ലെന്നൊന്നുമില്ല. പറയാം, കുറച്ച് കഴിയട്ടെ. അതുവരെ താൻ ആ കുട്ടിയോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കരുത്, മോശമായി പെരുമാറാനും. ശേഖരൻ ഒരു കട്ടായം പോലെ പറഞ്ഞു നിർത്തുമ്പോഴാണ് റൂമിൻ്റെ ഡോറിൽ ആരോ തട്ടിയത്. സുഭദ്രാമ്മ പോയി വാതിൽ തുറന്നു. അഭിയാണ് വന്നത്. അച്ഛൻ വിളിച്ചോ? അഭി അച്ഛനെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. വിളിച്ചു. നിന്നോട് പറഞ്ഞില്ലേ ഞാൻ 2 ദിവസം ഇവിടെ കാണില്ല. കമ്പനിയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മില്ലിലേക്കും പോകണം. പുതിയ ലോഡ് വരാനുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാമി, ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നോക്കണം. പ്രശ്നങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. ഇനി നിന്നെക്കൊണ്ട് കഴിയില്ല എന്നാണെങ്കിൽ എന്നെ വിളിക്ക്. ശേഖരൻ വന്ന് അഭിയെ തോളിലൂടെ കൈവച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛൻ്റെയും മോൻ്റെയും ആ സംസാരത്തിൽ നിന്നും യാമിയെക്കുറിച്ച് അച്ഛൻ അറിയാവുന്നതെല്ലാം അഭിക്കും അറിയാമെന്നും സുഭദ്രാമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചെറിയൊരു മനസ്സമാധാനം തോന്നാതിരുന്നില്ല അവർക്ക്. ആ ആശ്വാസത്തോടെയാണ് അവർ അവിടെ നിന്ന് അടുക്കളയിലേക്ക് നടന്നതും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛനൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അഭി അച്ഛനെ നോക്കി ചിരിയോടെ പറഞ്ഞു. നാളെയല്ലേ അനി വരുന്നത്? ഞാനുണ്ടാവില്ല. എയർപോർട്ടിലേക്ക് പോകണം. പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞോളാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. ഇല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് BP കൂടാൻ അത് മതി. അയാൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. വന്നോ? തയ്ച്ച് കിട്ടിയോ മോളെ? നീ തനിച്ചാണോ വന്നേ? ആ തല തിരിഞ്ഞവനൊപ്പം വന്നില്ലേ? യാമി ഡ്രസ്സുമായി അടുക്കള വഴി അകത്തേക്ക് കയറിയത് സരസ്വതിയമ്മ ചോദിച്ചു. വന്നു, പക്ഷെ വീട്ടിലേക്ക് കയറിയില്ല, തിരികെ പോയി. യാമി സരസ്വതിയമ്മയെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അതല്ലെങ്കിലും ഈ നേരത്ത് അവൻ വീട്ടിൽ കയറില്ല. സാറ് ഊണ് കഴിക്കാൻ വരുന്ന നേരമല്ലേ ഇത്? എല്ലാവർക്കും കഴിക്കാനുള്ള ചോറും കറിയും മറ്റു വിഭവങ്ങളും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. യാമി ഒരു പുഞ്ചിരിയോടെ സരസ്വതി അമ്മയെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടോ അമ്മേ, ആകെ മുഷിഞ്ഞിട്ടാ ഉള്ളത്. യാമി ഒരു അനുവാദത്തിനെന്നോണം ചോദിച്ചു. വേഗം വരണം. സാറ് വന്ന പാടെ നിന്നെ തിരക്കിയിരുന്നു. പെട്ടെന്ന് ചെല്ല്. ആണോ? എന്നാ വേണ്ട, ഞാൻ കണ്ടിട്ട് കുളിക്കാൻ കയറിക്കോളാം, യാമി പറഞ്ഞു. ഇല്ല മോളെ, അവരെല്ലാവരും കഴിച്ചെണീക്കുമ്പോഴേക്കും നീ കുളിച്ചു വായോ, അത് മതി. യാമിയുടെ മുഖത്തെ ആദി കാണെ അവർ അങ്ങനെ പറഞ്ഞു. വേണോ വേണ്ടേ എന്നൊരു വല്ലായ്മയിൽ യാമി പിന്നെയും കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഈ വീട്ടുകാരുടെ ദയ കൊണ്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നിൽ നിന്ന് ഉണ്ടാവരുതെന്ന് തോന്നി അവൾക്ക്. അവർക്ക് ഇഷ്ടക്കേട് വരും വിധം ഒന്നും ചെയ്തുകൂടാ. എല്ലാം ശരിയാകുന്നതുവരെ ആരെയും വെറുപ്പിക്കാതെ ഇവിടെ നിന്ന് പോണം. ഇത്ര ആലോചിക്കാനൊന്നും ഇല്ലെൻ്റെ യാമി. പോയി കുളിച്ചിട്ട് വാ. ഊണ് കഴിച്ച് കഴിഞ്ഞാലേ സാറിനി നിന്നെ തിരക്കൂ. അതിനു മുന്നേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. ചെല്ലെ. ആലോചനയോടെ നിൽക്കുന്നവളെ കാണെ സരസ്വതിയമ്മ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് അയച്ചു. അവർ പറഞ്ഞെങ്കിൽ കൂടി യാമി ഇത്തിരി ധൃതിയിൽ തന്നെയാണ് കുളിച്ചിറങ്ങിയത്. ഒരു വയലറ്റ് നിറത്തിലുള്ള ചുരിദാർ, അതാണ് അവളുടെ വേഷം. നനഞ്ഞ മുടിയിഴകൾ നല്ലോണം തുടച്ച് ആ ടവൽ ബാത്റൂമിൽ വിരിച്ചിട്ട് റൂമിലേക്ക് വരുമ്പോഴാണ് കുഞ്ഞോൾ അങ്ങോട്ട് വരുന്നത്. കുളി കഴിഞ്ഞോ? നനുത്തൊരു ചിരിയോടെ അവൾ യാമിയെ നോക്കി ചോദിച്ചു. യാമി പുഞ്ചിരിയോടെ ഒന്ന് മൂളി. ഏട്ടനല്ലേ ഇവിടെ കൊണ്ടാക്കിയത്? കുഞ്ഞോളെ പുഞ്ചിരിയിൽ അവളെ സച്ചുവിൻ്റെ വീട്ടിൽ തനിച്ചാക്കി പോകുന്നതിൻ്റെ ഒരു വല്ലായ്മ നിറഞ്ഞു. അതെ, ഇവിടെ ഈ ഇറക്കം വരെ കൂടെ വന്നു. അവളുടെ ആ വല്ലായ്മ മനസ്സിലാക്കി എന്നോണം യാമി ഒരിഷ്ടക്കേടുമില്ലാത്ത പോലെ പുഞ്ചിരിച്ചു.
ഞാൻ ഞാൻ എനിക്കവിടെ ഒത്തിരി നേരം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാട്ടോ യാമിയെ തനിച്ചാക്കി വേഗം പോകുന്നത്. റൂമിൻ്റെ വാതിൽ മെല്ലെ ചാരിക്കൊണ്ടവൾ യാമിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ആ ഏട്ടനെ ഇഷ്ടമായിരുന്നു അല്ലേ? കുഞ്ഞോളുടെ മുഖത്തേക്ക് നോക്കി യാമി സൗമ്യമായി ചോദിച്ചു. കുഞ്ഞോളൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അൻവി ഇങ്ങ് പോന്നപ്പോൾ ആൾക്ക് ഒത്തിരി വിഷമമായി. എന്തൊക്കെയോ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞ്. ഇപ്പോഴും സച്ചുവിനോട് എന്തെങ്കിലും ഒരിഷ്ടം കുഞ്ഞോൾക്കുണ്ടോ എന്നറിയാനുള്ളൊരു ആകാംക്ഷയിൽ യാമി അല്പം വിഷമത്തോടെ ഒന്ന് പറഞ്ഞു നോക്കി. പ്രതീക്ഷിച്ചതുപോലെ അൻവിയുടെ കണ്ണുകൾ നിറഞ്ഞതും ആ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി യാമിയെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. പിന്നെയൊന്നും പറഞ്ഞില്ല യാമി. വേഗം ചുരിദാറിൻ്റെ ഷാൾ എടുത്തിട്ട് തോളിലൂടെ ഇട്ട് മുടിയൊന്ന് കുളിപ്പിന്നിട്ട് കെട്ടിവെച്ചു. എന്താ പറഞ്ഞേ? നന്നേ പതുങ്ങിയൊരു ചോദ്യം പിന്നിൽ നിന്നും കേട്ടതും യാമി മെല്ലെ തിരിഞ്ഞു നോക്കി. സച്ചേട്ടൻ. യാമിക്ക് തൻ്റെ ചോദ്യം മനസ്സിലായില്ലേ എന്നൊരു ചിന്തയിൽ അൻവി അവളുടെ ചോദ്യം വ്യക്തമാക്കി. ആ, ഒരുപാട് പറഞ്ഞു. കൈവിട്ട് കളയാൻ പാടില്ലായിരുന്നു. ഇനി അതുണ്ടാവില്ല. മരിക്കുകയാണെങ്കിൽ പോലും സച്ചുവേട്ടൻ അൻവിക്കൊപ്പം ഉണ്ടാകും. അൻവി ഇല്ലാത്തൊരു ജീവിതം ഇല്ല. എത്ര വേണമെങ്കിലും കാത്തിരിക്കും. ആര് പറഞ്ഞാലും ഇനി വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആ കാരടി വന്നെന്നെ ഓടിച്ചു. സച്ചു ശിവയോട് പറഞ്ഞതൊക്കെ യാമി അൻവിയോട് പറഞ്ഞുവെങ്കിലും അവസാനം ആ സംസാരം നോക്കി നിന്ന് തന്നെ ശിവ ആട്ടിവിട്ട രംഗം ഓർത്തതും ഇത്തിരി ചൊടിയോടെ അവൾ പറഞ്ഞു നിർത്തി. യാമി പറഞ്ഞതെല്ലാം കേൾക്കെ അൻവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുകളിൽ നിന്നും പൊടിഞ്ഞു വീഴുന്ന കണ്ണുനീർ ആരും കാണരുതെന്ന തിടുക്കത്തോടെ അവൾ പെട്ടെന്ന് തുടച്ചുകൊണ്ടിരുന്നു. തൻ്റെ ഹൃദയത്തെ അത്രമേൽ തളർത്തുന്ന കാര്യമായതുകൊണ്ടാകാം യാമി പറഞ്ഞതിൽ സച്ചുവിൻ്റെ കാര്യം മാത്രമേ അവൾ കേട്ടുള്ളൂ. അവസാനം വന്ന കരടിയെക്കുറിച്ച് അവൾ ശ്രദ്ധിച്ചില്ല. കുഞ്ഞോളെ. യാമിയും അൻവിയും സംസാരിച്ചിരിക്കെ പെട്ടെന്നാണ് റൂമിന് പുറത്തു നിന്നും അഭി വിളിച്ചത്. ആ ആ ഏട്ടാ, ദാ വരുന്നു. അൻവി വല്ലാത്തൊരു പിടച്ചിലോടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് വിളി കേട്ടു. ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. യാമിയെ അച്ഛൻ വിളിക്കുന്നുണ്ട്, വാ. ആലമാരുടെ മുന്നിൽ ചെന്ന് നിന്ന് താൻ കരഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്നൊരു പേടിയോടെ മുഖം വീണ്ടും തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പേടിക്കേണ്ട. കരഞ്ഞത് ആർക്കും മനസ്സിലാവില്ല. ഒന്ന് മുഖം കഴുകിയിട്ട ഒട്ടും മനസ്സിലാവില്ല. ആൻവിയുടെ വെപ്രാളം കാണെ യാമി കുഞ്ഞൊരു ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ ആകെ ഒരു വല്ലായ്മയോടെ യാമിയെ നോക്കി. അച്ഛനും ഏട്ടനും കണ്ട ശരിയാവില്ല, അതാ. കുഞ്ഞോൾ അവളെ നോക്കി മെല്ലെ പറഞ്ഞു. എനിക്ക് തോന്നി. ആ മുഖം ഒന്ന് കഴുകിയിട്ട് പോരെ, ആരും അറിയില്ല, യാമി സ്നേഹത്തോടെ പറഞ്ഞു. കുഞ്ഞോൾ വേഗം ചെന്ന് മുഖം കഴുകി വന്നു. കണ്ണു ചുവന്നിട്ടുണ്ടോ? അവൾ യാമിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു. കുറച്ച്. യാമി പുഞ്ചിരിച്ചു. അറിയില്ലല്ലോ. കുഞ്ഞോള് വീണ്ടും വല്ലായ്മയോട് ചോദിച്ചു. ഇല്ല, ഇനി ചോദിച്ചാൽ തന്നെ പൊടി പാറിയതാണോ മറ്റോ പറഞ്ഞാൽ മതി. യാമി അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കുറേ പാറിയതാ. ഇപ്പോൾ എൻ്റെ കണ്ണിൽ ഏത് പൊടി വന്ന് വീണാലും അത് ഒരാളിലേ എത്തൂ. അത് പാടില്ല, അതാ ചോദിച്ചത്. യാമി പറഞ്ഞു കൊടുത്ത അടവൊക്കെ ഒത്തിരി പറ്റിയതാ എന്നൊരു ചിരിയോടെ അൻവി പറഞ്ഞു. യാമിക്ക് പക്ഷേ അവൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കുഞ്ഞോളെ. അബിയുടെ വിളി വീണ്ടും കേട്ടതും കുഞ്ഞോള് വേഗം ചെന്ന് റൂമിൻ്റെ ഡോർ തുറന്നു. ഒരാളെ വിളിക്കാൻ വന്നിട്ട് എത്ര നേരമായടി? അച്ഛൻ ഇറങ്ങാൻ നിൽക്കുക. യാമിയോട് സംസാരിച്ചിട്ട് വേണം പോവാൻ. സ്വല്പം കാര്യഭാവത്തിൽ കുഞ്ഞോളെ നോക്കി പറഞ്ഞു. വന്നവൻ യാമിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. യാമി വേഗം പടികളിറങ്ങി താഴേക്ക് നടന്നു. അവിടെ മുറ്റത്തുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ല്. യാമിയെ കണ്ടതും സുഭദ്രാമ്മ അവളോട് പറഞ്ഞു. അവരെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാമി മെല്ലെ സിറ്റൗട്ടിലൂടെ മുറ്റത്തേക്ക് നടന്നു. വാ. യാമിയെ കണ്ടതും പുകച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് നിലത്തേക്ക് ഇട്ടുകൊണ്ട് രാജശേഖരൻ അവളെ അടുത്തേക്ക് വിളിച്ചു. വീടിനടുത്ത് നിന്നും അല്പം മാറി ഒരു മാവിൻ തണലിലാണ് രാജശേഖരൻ നിൽക്കുന്നത്. എന്താണ് അയാൾക്ക് തന്നോട് പറയാനുള്ളത് എന്നൊരു നെഞ്ചിരിപ്പോടെ യാമി അടുത്തേക്ക് ചെന്നു. യാമി രവീന്ദ്രനെ കാണാനില്ലെന്ന വാർത്ത ഇവിടെയും എത്തിയിട്ടുണ്ട്. അരികെ വന്ന് നിൽക്കുന്ന പെൺകുട്ടിയെ സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടയാൾ പറഞ്ഞതും യാമി ചെറിയ ഞെട്ടലോടെ അയാളെ മുഖം ഉയർത്തി നോക്കി. നന്ദനം ഗ്രൂപ്പ്സിൻ്റെ MD രവീന്ദ്രനെ എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ടും നീ സത്യങ്ങൾ ആദ്യമേ എന്നോട് പറഞ്ഞതുകൊണ്ടും ആ വാർത്തയിൽ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം അല്പം ശക്തമാണ്. കണ്ടെത്തിയാൽ നിന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ തക്ക അവകാശമോ മറ്റു കാരണങ്ങളോ എനിക്ക് പറയാനില്ല. പിന്നെ അവരുടെ കയ്യിൽ കുട്ടി പറഞ്ഞതുപോലെ നിന്റെ മാനസിക നില ശരിയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടെ ഉള്ളത് കൊണ്ട് നിയമവും അവർക്കൊപ്പമായിരിക്കും. യാമിയുടെ കണ്ണുകൾ രാജശേഖരനെ നോക്കി നിറഞ്ഞു തുളുമ്പി. പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കൈയെഴിയും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. സ്വത്തുവകയെല്ലാം യാമിയുടെ പേരിലാണെന്നല്ലേ പറഞ്ഞത്.
ഇതല്ലാതെ വേറെന്തെങ്കിലും കാര്യം അച്ഛൻ എഴുതി വെച്ച വിൽപത്രത്തിലുള്ളതായി അറിയുമോ കുട്ടിക്ക്? രാജശേഖരൻ അവളെ നോക്കി മെല്ലെയൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, പക്ഷേ അവരെന്നെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും അതിലുണ്ടാവില്ലേ? നിറഞ്ഞു നിന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് യാമി രാജശേഖരനോട് ചോദിച്ചു. യാമിയുടെ ആ ചോദ്യത്തിൽ രാജശേഖരൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. താൻ കരുതും പോലെ തീർത്തും ഒരു പേടിത്തൊണ്ടിയായ പെൺകുട്ടിയല്ല യാമി. ഗഹനമായി കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക്. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അവളിപ്പോൾ നെട്ടോട്ടം ഓടുന്നത്. രക്ഷപ്പെട്ടാൽ മുന്നോട്ടെങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഇവൾക്ക് വ്യക്തമായ ബോധമുണ്ടാവും. അയാൾ മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ അന്വേഷണവും അതാണ്. അങ്ങനെ എന്തെങ്കിലും രവീന്ദ്രൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയണം. അതറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഒരത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരിടം വരെ പോവുകയാണ്. ഞാനില്ലെന്ന് കരുതി പേടിയൊന്നും വേണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അബിയോട് പറഞ്ഞാൽ മതി. അവനിവിടെ ഉണ്ടാകും. നിന്റെ കാര്യങ്ങളൊക്കെ അവനും അറിയുകയും ചെയ്യാം. പിന്നെ കുറച്ച് ദിവസം കൂടി വീട്ടിൽ മറ്റാരും പ്രശ്നങ്ങളൊന്നും അറിയണ്ട. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്നും നിനക്കൊരു കുഴപ്പവുമില്ലെന്നുമൊക്കെ ഞാൻ വിശ്വസിച്ചതുപോലെ ഇവിടെ മറ്റാരും വിശ്വസിക്കണമെന്നില്ല. പ്രത്യേകിച്ച് സുഭദ്ര. പെട്ടെന്നെല്ലാം തുറന്നു പറഞ്ഞ നിന്റെ പേരിൽ ഈ വീട്ടിലൊരു വാക്കുതർക്കം ഉണ്ടാവും. എന്തിൻ്റെ പേരിലായാലും ആരുടെ പേരിലായാലും എൻ്റെ വീട്ടിലൊരു സമാധാനക്കേടോ തർക്കങ്ങളോ ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസയോഗ്യമാവുന്ന വിധം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തക്ക തെളിവുകൾ എന്തെങ്കിലും കിട്ടും വരെ ഇവിടെ ആരും ഒന്നും അറിയണ്ട. അതുവരെ ഇതിങ്ങനെ തന്നെ പോവട്ടെ. പിന്നെ യാമിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അബിയോട് പറഞ്ഞാൽ മതി. ഇത് സ്വന്തം വീട് പോലെ കണ്ട് നിനക്കിഷ്ടമുള്ളത്രയും ഇവിടെ കഴിയാം. തൻ്റെ കാറിനരികിലേക്ക് നടന്നുകൊണ്ട് രാജശേഖരൻ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചു. എല്ലാം കേട്ട് നിന്ന യാമി അനുസരണയോടെ തലയാട്ടി. സ്വന്തം കുടുംബക്കാരോ നാട്ടുകാരോ ഒന്നും വിശ്വസിക്കാത്ത തന്നെ ഒട്ടും അറിയില്ലെങ്കിൽ കൂടി ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊരാശ്വാസമാണ് അവളുടെ ഉള്ളിൽ. സുഭദ്രേ, ഞാൻ പോയിട്ട് വരാം. യാമിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രാജശേഖരൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ചാർജ് ചെയ്യാൻ വെച്ച രാജശേഖരൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് സുഭദ്രാമ്മ വേഗം സ്വിച്ച് നടന്നു. അവിടെ എത്തിയാലുടനെ വിളിക്കണം. പിന്നെ ഒത്തിരി ദിവസമൊന്നും നിൽക്കേണ്ട. പെട്ടെന്നിങ്ങ് വരണം. അജുവും അബിയും ഒന്നും കൂടെ ഇല്ലാത്തതാ, സുഭദ്രാമ്മ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു. ഓ, അവരൊന്നും ഇല്ലെങ്കിലും എന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താലോ എന്നാണോ നിന്റെ പേടി? ശേഖരൻ ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. അതൊന്നുമല്ല എൻ്റെ പേടി. അവരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ശിവയുടെ കൂട്ടാ. വേലിയിൽ കിടക്കുന്ന പ്രശ്നം എടുത്ത് തോളിലെടുത്ത് വെക്കും. എന്നിട്ട് അടങ്ങിയിരിക്കോ? അതുമില്ല, തല്ലും വഴക്കും എല്ലാം കൂടെ ആകെ ബഹളാകും. സുഭദ്രാമ്മ ഒത്തിരി ചൊടിയോടെ പറഞ്ഞു. നീ എന്നെ ആരോട് വേണമെങ്കിലും ഉപമിച്ചോ, പക്ഷേ അവനെപ്പോലെയാണ് ഞാനെന്ന് മാത്രം പറയരുത്. കാറിലേക്ക് കയറിയിരിക്കുന്ന രാജശേഖരൻ ഭാര്യയെ നോക്കി കൈകൂപ്പലോടെ പറഞ്ഞതും അവരുടെ സംസാരം കേട്ട് നിന്ന യാമിക്കും അറിയാതെ ചിരി വന്നു പോയി. ആ ചിരി അവർ കാണാതെ ഒളിപ്പിച്ചു കൊണ്ടവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. ഞാൻ പറയും, നിങ്ങൾ അവനെപ്പോലെ തന്നെയാണ്. ആരും പറഞ്ഞാൽ കേൾക്കില്ല. എന്താണോ ഇഷ്ടം അത് ചെയ്യും. ആരോടാണോ ദേഷ്യം അവരെ തല്ലും. ആരോടാണോ കൂടുതൽ ഇഷ്ടം അവരെ താഴത്തും തലയിലും വയ്ക്കാതെ ഒരാൾക്കും മുന്നിലും ഇട്ട് കൊടുക്കാതെ സ്നേഹിക്കും. സുഭദ്ര അല്പം വിശദമായി തന്നെ അച്ഛൻ്റെ മോൻ്റെ സ്വഭാവം പറഞ്ഞു. പക്ഷേ അച്ഛനും ബുദ്ധിയുണ്ട്, അവനതില്ല. ആരെ ചേർത്ത് പിടിക്കണം ആരെ തള്ളണമെന്ന് അച്ഛന് വ്യക്തമായി അറിയാം. അവനതറിയില്ല. എല്ലാത്തിനും ഉപരി അച്ഛൻ അഭിമാനത്തോടെ ജീവിക്കാനറിയാം. അവനതറിയില്ല. അങ്ങോട്ടേക്ക് വന്ന അബി അമ്മയെ നോക്കി കളിയാക്കി ചിരിയോടെ അല്പം കാര്യമായി പറഞ്ഞു. അതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കട മോനെ നിന്റെ അമ്മയ്ക്ക്. തന്നെ നന്നായി മനസ്സിലാക്കിയ തൻ്റെ മകനെ നോക്കി അഭിമാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് സുഭദ്രാമ്മയെ നോക്കി. കേൾക്ക് എന്നൊരു ആംഗ്യത്തോടെ കാർ മുന്നോട്ടെടുത്തു. സുഭദ്രാമ്മ ചെറിയ പരിഭവത്തോടെ അബിയെ നോക്കി. എന്തേ, ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടെന്ന് തോന്നിയോ എൻ്റെ അമ്മയ്ക്ക്? അവനൊരു ചിരിയോടെ അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. പോടാ, നീ എന്തിനാ അങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞേ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ നീ അതെല്ലാം കളഞ്ഞു. സുഭദ്രാമ്മ വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് അമ്മയും കാണുന്നില്ലേ? എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തു വെക്കും. ആ സ്വഭാവം വിട്ടാൽ തന്നെ അവൻ്റെ കാര്യത്തിൽ അച്ഛൻ തണുക്കും. പക്ഷെ അമ്മയുടെ മോനത് ചെയ്യൂ? ഇല്ല. അവനപ്പോഴും അവൻ്റെ സ്വന്തം കാര്യം മാത്രം. എന്നാൽ ബുദ്ധിയുള്ളവർ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവനത് കേൾക്കുമോ? അതുമില്ല. അബി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ആർക്ക്? ശിവയ്ക്കാണോ ബുദ്ധിയില്ലാത്തത്? സ്കൂളിലും കോളേജിലൊക്കെ നിന്നെക്കാളും
അനിയനേക്കാളും മാർക്ക് അവനായിരുന്നു. ഇത്തിരി കുരുത്തക്കേട് കാണിച്ച് പരാതി പറയുന്നല്ലാതെ വേറൊരു കാര്യത്തിലും അവനെ ആരും മോശം പറയില്ല. അതെ അതെ, അന്ന് ആഴ്ചയിൽ വിളിച്ച് മോൻ്റെ പരാതി പറഞ്ഞ പ്രിൻസിയാണ് അച്ഛൻ കണ്ടതെങ്കിൽ ഇന്ന് മോനെക്കുറിച്ചുള്ള പരാതി കാരണം അച്ഛന് നാട്ടിലിറങ്ങാൻ വരുന്നേ ഉള്ളൂ. അഭി അമ്മയെ കളിയാക്കി. സുഭദ്രാമ്മയുടെ മുഖം കൂടുതൽ വീർത്തു. അഭി അമ്മയെ വീർത്ത മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പോയി. സാർ എന്താ പറഞ്ഞേ? ശേഖരനോട് സംസാരിച്ച ശേഷം അടുക്കളയിലേക്ക് വന്ന യാമിയോട് സരസ്വതി അമ്മ ചോദിച്ചു. 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല, എങ്ങോട്ടോ പോവാണെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കാണാനില്ലെന്ന വാർത്തയില്ലേ, അതിവിടെയും ആരൊക്കെയോ കണ്ടെന്ന്. യാമി അല്പം രഹസ്യമായി കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, ഇനി നമ്മളെന്ത് ചെയ്യും? സരസ്വതി അമ്മ പേടിയോട് ചോദിച്ചു. പേടിക്കേണ്ട, കുഴപ്പമൊന്നും ഇല്ലെന്ന സാറ് പറഞ്ഞത്. പിന്നെ അഭിയേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നും പറഞ്ഞു. എൻ്റെ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്രത്തിൽ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് അറിയണം, എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുവരെ ഇവിടെ ആരും ഒന്നും അറിയണ്ട, ഇതുപോലെ പോട്ടേന്ന് പറഞ്ഞു. യാമി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി സരസ്വതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. പേടിക്കാനൊന്നുമില്ലെന്ന് സാറ് പറഞ്ഞില്ലേ, എങ്കിൽ കുഴപ്പമില്ല. പിന്നെ അഭിമോനും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടൊരു സമാധാനം. ആരെങ്കിലും ഒരാളുണ്ടല്ലോ എല്ലാം അറിയുന്നത്. നെഞ്ചിൽ കൈവച്ചൊരാശ്വാസത്തോടെ സരസ്വതിയമ്മ പറഞ്ഞു. യാമിക്കും അങ്ങനെ ഒരു ആശ്വാസം തോന്നാതിരുന്നില്ല. സരസ്വതി. ഹാളിൽ നിന്നും സുഭദ്രാമ്മ സരസ്വതിയമ്മയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. എന്താ സുഭദ്രാമ്മേ? യാമി എവിടെ? ഇവിടെയുണ്ടോ? പിന്നെ കുട്ടി ഇനി അടുക്കള ജോലിക്കൊന്നും നിർത്തേണ്ട കേട്ടോ. ആരെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ ഒരാളെ നിർത്താമെന്ന് ശേഖരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സുഭദ്രാമ്മ വന്ന് യാമിയെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യുന്ന ജോലിയല്ലേ സുഭദ്രാമ്മയുള്ളൂ. മോള് പിന്നെ വെറുതെ ഒരു നേരം പോക്കിന് എൻ്റെ കൂടെ നിൽക്കുന്നതാ, അല്ലാതെ ഞാൻ പറഞ്ഞ് ജോലി എടുപ്പിക്കുന്നൊന്നുമില്ല. പെട്ടെന്നിപ്പോൾ യാമിയോട് ഇത്രയും പരിഗണന കാണിക്കാൻ എന്താ കാരണം എന്നൊന്ന് ചിന്തിച്ചെങ്കിലും സരസ്വതി അമ്മ ചിരിയോടെ മറുപടി പറഞ്ഞു. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ കൂടെ കൂടുന്നേ ഉള്ളൂ, എന്നോട് ജോലി എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. യാമിയും പറഞ്ഞു. എനിക്കറിയാം, എന്നാലും ശേഖരേട്ടൻ പ്രത്യേകം പറഞ്ഞതാണല്ലോ എന്നോർത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. യാമി ഇനി അടുക്കള ജോലിയൊന്നും ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ എന്തെങ്കിലും കാണാനിടയായ സരസ്വതിക്കറിയാലോ ഇവിടുത്തെ പുകില്. സുഭദ്രാമ്മ യാമിയെ നോക്കി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. അത് പിന്നെ എനിക്കറിയില്ലേ സുഭദ്രാമ്മേ, ഞാൻ നോക്കിക്കോളാം, സരസ്വതിയമ്മ പെട്ടെന്ന് പറഞ്ഞു. സുഭദ്രാമ്മ ഒരു മൂളലോടെ അകത്തേക്ക് തിരിച്ചു നടന്നു. അപ്പോൾ എൻ്റെ മോള് ചെറിയ കുടുംബത്തിലേതൊന്നുമല്ല അല്ലേ? സുഭദ്രാമ്മ അവിടുന്ന് പോയതും സരസ്വതിയമ്മ യാമിയെ നോക്കി അർത്ഥം വെച്ചൊന്ന് ചിരിച്ചു. സരസ്വതിയമ്മ പറഞ്ഞത് മനസ്സിലാവാതെ യാമി സംശയത്തോടെ അവരെ നോക്കി. ഇവിടെയുള്ളവരെ വില തരണമെങ്കിൽ അത് അവരുടെ ഒപ്പത്തിന് നിൽക്കുന്നവർക്കേ തരൂ. സാറ് നിന്നെക്കുറിച്ച് എന്തായാലും കാര്യമായി അന്വേഷിച്ചിട്ടുണ്ട്, സരസ്വതിയമ്മ തീർത്ത് പറഞ്ഞു. അവിടെയുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് തന്നേക്കാൾ നന്നായി സരസ്വതിയമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ യാമിക്കും ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ആകെ ഒരു മുഷിപ്പായിരുന്നു യാമിക്ക്. അമ്മയെപ്പോലെ കണ്ടൊരാൾ അവരുടെ ജോലിയാണെങ്കിൽ കൂടി തൻ്റെ കൺമുന്നിൽ നിന്ന് കഷ്ടപ്പെടുന്നത് കാണെ ആകെ ഒരു വിഷമം തോന്നി യാമിക്ക്. കണ്ടു നിൽക്കാൻ കഴിയാതെ വന്നതും തന്നെ കൊണ്ടാവും പോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് കരുതി സഹായിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ശേഖരൻ സാറിൻ്റെ ഉത്തരവ് ദൈവം വന്ന് പറഞ്ഞാലും തെറ്റിക്കില്ലെന്നൊരു വാശിയോടെ സരസ്വതിയമ്മ അവളെ അവിടെ നിന്നും റൂമിലേക്ക് അയച്ചു. രാത്രി കഴിക്കാനിരിക്കുമ്പോഴും യാമി അവർക്ക് എല്ലാവർക്കും ഒപ്പം തന്നെയും പിടിച്ചിരുത്തി. ഈ വീട്ടിൽ തനിക്കൊരു സ്ഥാനം അവർ തരുന്നു എന്നത് സന്തോഷം തോന്നിയെങ്കിൽ കൂടി അവൾക്കിഷ്ടം സരസ്വതിയമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതായിരുന്നു. രാത്രി 11:30 കണ്ണിലുറക്കം വരാതെ തിരിഞ്ഞതും മറിഞ്ഞും വെറുതെ കിടക്കുമ്പോഴാണ് ശിവ ഡോർ തുറന്നിടണമെന്ന് അവളോട് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. യാമി വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു. സരസ്വതിയമ്മയോട് പറഞ്ഞിട്ട് വരാം എന്ന് കരുതി കാലിയായി കിടന്ന റൂമിൻ്റെ ജഗ്ഗും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. താഴെയും മേലെയും എല്ലാ റൂമുകളുടെ വാതിലുകളും അടഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലായിടത്തെ ലൈറ്റും അണച്ചിരുന്നു. എല്ലാവരും നല്ല ഉറക്കവും യാമി ഓർത്തു. പക്ഷേ താഴേക്കുള്ള പടികൾ ഇറങ്ങി അടുക്കളയിലെ വെട്ടം തെളിഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു.